നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴ, വീശിയടിച്ച് കൊടുങ്കാറ്റ്, വ്യാപക നാശനഷ്ടം. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. ജില്ലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ദേശീയപാത 6 വരിയാക്കൽ പൂർത്തീകരണം 2025 ഡിസംബറോടെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കളരിവാതുക്കൽ റോഡ് വീതി കൂട്ടി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇനി പുതിയ തെരു ട്രാഫിക് ബ്ലോക്കിൽപ്പെടാതെ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ കടക്കാം. ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതി മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കണം. ധർണയുമായി സംയുക്ത കായിക അധ്യാപക സംഘടന. കായികാധ്യാപക തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. നഗരഭാഗങ്ങളിലടക്കം മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂർ തെക്കി ബസാറിൽ കടയുടെ മേൽക്കൂര കാറ്റത്ത് പറന്നുപോയി. മലയോര മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക കൃഷിനാശമുണ്ടായി. പയ്യാവൂരിൽ സ്ത്രീ ഒഴുക്കിൽപ്പെട്ടെന്ന സംശയത്തെ തുടർന്ന് ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തി. പെരുമാച്ചേരി സ്കൂളിന് സമീപവും വീടിന് മുകളിൽ മരം വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ ഒട്ടനവധി നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലും കാറ്റിലും ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ പെയ്ത കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. മലയോര മേഖലയിൽ ആഞ്ഞടിച്ച കാറ്റിൽ 30ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. ചില വീടുകൾ പൂർണ്ണമായും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും വീടുകൾ തകർന്നിട്ടുമുണ്ട്. ഉളിക്കൽ തേർമല ഭാഗത്താണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. നിരവധി കാർഷിക വിളകളും നശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പയ്യാവൂരിൽ സ്ത്രീ ഒഴുക്കിൽപ്പെട്ടെന്ന സംശയത്തിൽ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തി. കണ്ണൂർ തെക്കി ബസാറിൽ ശക്തമായ കാറ്റിൽ കടയുടെ മേൽക്കൂര പറന്നുപോയി. മഴയ്ക്കൊപ്പം കാറ്റ് വീശുന്നതാണ് നാശനഷ്ടത്തിന് കാരണം. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത് മണ്ണിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കണ്ണൂർ നഗരത്തിലും വിവിധയിടങ്ങളിൽ മരങ്ങൾ പൊട്ടിവീണും വൈദ്യുതി കമ്പികൾ പൊട്ടിയും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഏറെ നേരം വൈകുകയും ചെയ്തു. വീടിന് മുകളിൽ മരം കടപുഴകി വീണ് കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴക്ക്. കോളിൻമൂല ഏച്ചൂർ കോളനി റോഡിൽ കൊല്ലന്റെ വളപ്പിൽ ഉത്തമനും കുടുംബവും താമസിക്കുന്ന വീടിന് മുകളിലാണ് റോഡിന് എതിർവശത്തെ വൻമരം കടപുഴകി വീണത്. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. 12 മണിയോടെയായിരുന്നു ശക്തമായ കാറ്റിലും മഴയിലും വൻ ശബ്ദം കേട്ട് റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന ഉത്തമനും കുടുംബവും വീടിന് പുറത്തേക്ക് ഓടി മാറിയത്. അടുത്ത നിമിഷം തന്നെ വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീഴുകയും വീടിന്റെ പുതുക്കി പണിത മേൽക്കൂരയും ഓടും തകർന്ന് കിടന്നിരുന്ന കട്ടിലിൽ പതിക്കുകയുമായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് കുടുംബം രക്ഷപ്പെട്ടതെന്നും ഉത്തമൻ പറഞ്ഞു. കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കാറ്റും മഴയും വന്നിട്ട് ഞാൻ ഒറ്റകെട്ടിൽ എണീറ്റ് മക്കളെയും വിളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഓടുകയായിരുന്നു. രക്ഷപ്പെട്ടു. വീടിന് 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അയൽവാസി മഹേഷ് പറഞ്ഞു. രാത്രി സുമാർ ഒരു 12 മണിയോടുകൂടി അതിശക്തമായ കാറ്റും മഴയും. ആ മഴയിലാണ് ഉത്തമാട്ടം താമസിക്കുന്ന വീട്ടിൻ്റെ മേൽക്കൂരയുടെ മേലെയായിട്ട് തൊട്ടപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ വശത്തുള്ള വലിയ മാവ് പൊട്ടി വീഴുകയും ഉത്തമാട്ടം കിടക്കുന്ന റൂമിൻ്റെ മേലെയാണ് ഈ മരം പതിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഓട് മുഴുവനും പൊട്ടി ഉത്തമാട്ടൻ്റെ ആ റൂമിലേക്ക് വീഴുകയും ഉത്തമാട്ടൻ ആ ഒച്ച കേട്ട് ഓടി രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്നത്തെ സ്ഥിതി ഇതായിരിക്കുകയില്ല. അത്ഭുതകരമായ രീതിയിൽ തന്നെയാണ് ഉത്തമാട്ടൻ രക്ഷപ്പെട്ടത്. ആ വീട്ടിൽ നിന്ന് ഇപ്പം അതിൻ്റെ എഞ്ചിനീയറും അവരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 ലക്ഷം റുപ്യോളം ആ വീട്ടിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് അവർ കണക്കാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എളയാവൂർ പഴയ കോട്ടത്തിന് സമീപം പുളുക്കൂൻ ഹൗസിൽ കാർത്തിയാനിയുടെ വീട്ടിൽ വീണ്ടും മരം കടപുഴകി വീണു. തൊട്ടടുത്ത പറമ്പിലെ ജാതി മരമാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് മുകളിൽ വീണത്. മഴക്കാലം തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ സംഭവമാണ് വീട്ടുകാർ നേരിടേണ്ടി വരുന്നത്. കഴുക്കോലും ഓടും തകർന്ന നിലയിലാണ് ഉള്ളത്. വീടിന് മുകളിൽ മരം വീണ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെയാണ് അതേ വീട്ടിൽ വീണ്ടും ജാതിമരവും മറ്റും പൊട്ടിവീണ് അപകടം നടന്നത്. എളയാവൂർ പഴയ കോട്ടത്തിന് സമീപം പുളുക്കൂൽ ഹൗസിൽ കാർത്തിയായനിക്കാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത്. മക്കളായ കാർത്തിക ഓട്ടോ ഡ്രൈവർ ജയന്റെ വീടിന് മുകളിലാണ് തൊട്ടടുത്ത പറമ്പിലെ ജാതിമരം കടപുഴകി വീണത്. ഭാര്യയും കുട്ടിയും മരുമക്കളും താമസിക്കുന്ന വീടാണത്. രാത്രി 12:30 അപകടം നടന്നത്. കഴുക്കോലും ഓടും തകർന്ന നിലയിലാണുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിക്കടലായി ഭാഗങ്ങളിൽ പെരുമ്പാമ്പിന് സാന്നിധ്യം കണ്ടെത്തിയതായി പ്രദേശവാസികൾ. 2 ആഴ്ചക്കിടെ 3 പെരുമ്പാമ്പിനെ പിടികൂടിയതായും ഇനിയും പ്രദേശത്ത് 10-ലധികം പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായും നാട്ടുകാർ പറഞ്ഞു. കക്കാടുള്ള ബെന്നറ്റെത്തി പാമ്പുകളെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി.
ആദ്യകടലായ അമ്പലം, അങ്കനവാടി പ്രദേശങ്ങളിലാണ് പെരുമ്പാമ്പിൻ സാന്നിധ്യം കണ്ടെത്തിയത്. രണ്ടാഴ്ചക്കിടെ 3 പെരുമ്പാമ്പിനെ പിടികൂടിയതിനാൽ തന്നെയും പ്രദേശവാസികളാകെയും ഭയപ്പാടിലാണുള്ളത്. ഇനിയും നിരവധി പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ വിലയിരുത്തുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് കക്കാടുള്ള ബെന്നറ്റിനെ വിവരം അറിയിക്കുകയും പാമ്പിനെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. സാധാരണയായി ആൾപെരുമാറ്റം കുറഞ്ഞ പറമ്പുകൾ, തോട്ടങ്ങൾ, മുളംകാടുകൾ, പുൽപ്പടർപ്പുകൾ, അഴിയോട് ചേർന്ന കണ്ടൽക്കാടുകൾ, നിത്യഹരിത വനങ്ങൾ, അരുവികൾക്ക് സമീപമുള്ള വരണ്ട പാറയിടുക്കുകൾ, വലിയ ദ്രവിച്ച മരപ്പൊത്തുകൾ, മാളങ്ങൾ, മണ്ണിലെ വിള്ളലുകൾ, ഉപേക്ഷിച്ച കെട്ടിടങ്ങൾ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇവയെ കാണാറുണ്ട്. വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവ പൊതുവെ തെരഞ്ഞെടുക്കുക. ഒറ്റയ്ക്ക് ഇര തേടി നടക്കുന്ന സ്വഭാവമുള്ളവരാണ്. രാത്രി ഇര തേടുന്ന സ്വഭാവക്കാരാണെങ്കിലും പകലും വെയിൽ കായാനും മറ്റും പുറത്തിറങ്ങാറുണ്ട്. പലതരം ജീവികളെ ഭക്ഷണമാക്കുകയും ചെയ്യും. അനങ്ങാതെ തിരിച്ചറിയാനാവാത്ത വിധം ചുരുണ്ടുകൂടി കിടന്ന് ഇരകൾ അടുത്തെത്തിയാൽ മാത്രം ചാടി വീണ് കീഴ്പ്പെടുത്തുന്നതാണ് പൊതുവെയുള്ള രീതി. കുഴിമണ്ഡലികളെ പോലെ മൂക്കിനടുത്തുള്ള താപ സംവേദന ശേഷിയുള്ള സുഷിരം ഉപയോഗിച്ച് ഇരയുടെ ശരീരത്തിൽ നിന്നുള്ള ചൂട് തിരിച്ചറിഞ്ഞ് അടുത്തെത്താനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴ, വീശിയടിച്ച് കൊടുങ്കാറ്റ്, വ്യാപക നാശനഷ്ടം. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. ജില്ലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ദേശീയപാത 6 വരിയാക്കൽ പൂർത്തീകരണം 2025 ഡിസംബറോടെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കളരിവാതുക്കൽ റോഡ് വീതി കൂട്ടി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇനി പുതിയതൊരു ട്രാഫിക് ബ്ലോക്കിൽപ്പെടാതെ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ കടക്കാം. ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതി മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കണം. ധർണയുമായി സംയുക്ത കായിക അധ്യാപക സംഘടന. കായികാധ്യാപക തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത 66 6 വരിയാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ 2025 ഡിസംബറോടെ പൂർത്തിയാക്കാനാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. അഴീക്കോട് മണ്ഡലത്തിലെ പൂതപ്പാറ, മഴലാത്തടം, കീരിയാട്, കാട്ടാമ്പള്ളി റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാതയുടെ ഭാഗമായുള്ള വളപട്ടണം, മന്നിയെയും
NH66 വരുന്ന വളപട്ടണം ടോൾ ബൂത്തിനെയും ബന്ധിപ്പിക്കുന്നതുമായ 500 മീറ്റർ നീളം വരുന്ന ഭാഗമാണ് ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ NH66 നവീകരണ പ്രവർത്തനങ്ങൾ ഡിസംബർ 2025 മുമ്പ് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏകോപനത്തിന്റെയും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തിന്റെയും ഫലമായാണ് NH66 നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തെയ്യത്തിൽ ആകർഷിക്കപ്പെട്ട് ഇവിടേക്ക് വരുന്ന നിരവധി സഞ്ചാരികളുണ്ട്, വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുണ്ട്. ദൗർഭാഗ്യവശാൽ അതിന്റെ പ്രചരണം അത്രത്തോളം നമുക്ക് നടത്താനായില്ല. ഇനിയും പ്രചരണം നടത്തിയാൽ ഇനിയും ആളുകൾ കാണാൻ പറ്റും. വൈവിധ്യമാർന്ന തെയ്യക്കോലങ്ങൾ ഇവിടുത്തെ നാട്ടിൻപുറങ്ങളിലെ കാവുകളിൽ കെട്ടിയാടാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനത് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതില്ല. സാധാരണ മനുഷ്യർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന മൂർത്തികളാണ് തെയ്യക്കോലങ്ങൾ. ഈ തെയ്യക്കോലങ്ങളിൽ ഏറ്റവും അവസാനത്തെ കളിയാട്ടം നടക്കുന്ന ഈ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. തെയ്യങ്ങളിൽ ഭാരമേറിയതും വലിപ്പമേറിയതുമായ മുടിയാണ് കളരിവാതുക്കൽ ഭഗവതി അമ്മ ആകർഷകമാക്കുന്നത്. അത്രയേറെ പ്രാധാന്യം ഈ ക്ഷേത്രത്തിനും ഇതിന്റെ പ്രദേശത്തിനുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വികസന പ്രവൃത്തി ഹൃദയത്തിൽ നിന്നാണ് ഇവിടുത്തെ MLA ശ്രീ സുമേഷ് സംസാരിച്ചത്. KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. റോഡ് വികസനത്തിന് സ്ഥലം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചിറക്കൽ കോവിലകം വലിയ രാജ ശ്രീരാമവർമ്മ രാജ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഷമീമ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VKC ജംഷീറ, പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ്, പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P രാംകിഷോർ, KP താഹിറ, VK ലളിത ദേവി, PV രാധിക, K വേണു, TP നാരായണൻ, PV രഘുനാഥ്, KV ഷക്കീൽ, P ചന്ദ്രൻ, PP അഫ്സൽ, PP ഷഹീദ്, രാഹുൽ, രാജീവ്, സലാം ഹാജി എന്നിവർ സംസാരിച്ചു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളെ ബന്ധിപ്പിച്ചു കടന്നുപോകുന്ന സുപ്രധാന പാതയാണ് കളരിവാതുക്കൽ റോഡ്. 3.925 കിലോമീറ്റർ നീളവും 5.50 മീറ്റർ ശരാശരി വീതിയുമുള്ള ഈ റോഡിൽ ഉൾപ്പെടുന്നതും പഴയ ദേശീയപാതയുടെ ഭാഗവുമായ വളപട്ടണം മഞ്ഞയെയും NH66 വരുന്ന വളപട്ടണം ടോൾ ബൂത്തിനെയും ബന്ധിപ്പിക്കുന്നതുമായ 500 മീറ്റർ നീളം വരുന്ന ഭാഗമാണ് ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചത്. 86.4 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത്. പഴയങ്ങാടി, തളിപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് പുതിയതൊരു ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ കണ്ണൂർ നഗരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ സഹായിക്കുന്ന ബൈപ്പാസ് റോഡ് എന്ന നിലയിൽ ദേശീയപാതയിലെ വാഹന സാന്ദ്രത ഒരളവോളം കുറയ്ക്കുന്നതിന് ഈ റോഡ് സുപ്രധാന പങ്ക് വഹിക്കും. ഉത്തര മലബാറിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന മാർഗമായ ഈ റോഡ് താരതമ്യേന ഇടുങ്ങിയതും കാലോചിതമായി നവീകരിക്കപ്പെടാത്തതുമായതിനാൽ സുഗമമായ വാഹന ഗതാഗതം സാധ്യമല്ലാത്ത നിലയിലായിരുന്നു. റോഡ് 7 മീറ്ററോളം വീതിയുള്ള മികച്ച നിലവാരത്തിലുള്ള ഒരു സുപ്രധാന പാതയാക്കി മാറ്റുവാൻ ഈ പ്രവൃത്തിയിലൂടെ സാധിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ കോട്ടയിലെ സദാചാര പോലീസിംഗ്, പോലീസുകാരന് സസ്പെൻഷൻ. കണ്ണൂർ കോട്ടയിൽ എത്തുന്നവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതിനാണ് നടപടി. കോട്ടയിലെ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥൻ പ്രവീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ അടുത്ത ദിവസമാണ് ബ്ലാക്ക് മെയിലിംഗ് പരാതിയെ തുടർന്ന് പോലീസുകാരനെതിരെ ആരോപണമുയർന്നത്. കണ്ണൂർ കോട്ടയിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനായ മുഴപ്പിലങ്ങാട് സ്വദേശി പ്രവീഷാണ് ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ അവഹേളിക്കുന്ന പ്രവൃത്തി ചെയ്തത്. കോട്ടയിലെത്തുന്ന സുഹൃത്തുക്കളായ യുവതി യുവാക്കളുടെ ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന രീതിയാണ് ഇയാൾ സ്വീകരിച്ചു വരുന്നത്. ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാനാണ് പണം ആവശ്യപ്പെടുന്നത്. കണ്ണൂർ, കൊല്ലം സ്വദേശികളാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഇടതനുകൂല പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് പ്രവീഷ്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷണം നടത്തിയാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ ശാസ്ത്ര അറിവുകൾ നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിക്കോളാസ് ടെസ്ല ടെക്നോളജിയുടെ സഹകരണത്തോടെ കന്നഡ സെൻട്രൽ UP സ്കൂൾ കുട്ടികൾക്കായി ബഹിരാകാശ വെർച്വൽ റിയാലിറ്റി പ്രദർശനം സംഘടിപ്പിച്ചു. കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OC പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പരിപാടി സംഘടിപ്പിക്കാനും നടപ്പിലാക്കാനും
അത് വിജയകരമായി പൂർത്തീകരിക്കും. റോക്കറ്റ് വിക്ഷേപണമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ അറിയുന്നതിന് അവസരം ഒരുക്കി തന്ന സ്കൂൾ അധികൃതരെ അഭിനന്ദിക്കുകയാണ്. ഈ കിട്ടിയ സന്ദർഭം പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നല്ല കുട്ടികളായി ഭാവിയിലെ നല്ല മക്കളെന്ന് അറിയപ്പെടാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹിരാകാശത്ത് ഇന്ന് നടന്നു വരുന്ന പല കാര്യങ്ങളും നാം പാഠപുസ്തകങ്ങൾ വഴിയും അല്ലാതെയും അറിയുന്നുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ നേർക്കാഴ്ചയായി നമ്മുടെ മുന്നിലെത്തുമ്പോൾ അതാണ് യഥാർത്ഥ പഠനമെന്ന് AEO പറഞ്ഞു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ പരിശീലനത്തിൽ നിന്നെടുത്ത യഥാർത്ഥ അനുഭവങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയത്. ഒരു ബഹിരാകാശ യാത്രികൻ്റെ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഇതിലൂടെ അനുഭവിക്കാൻ കഴിയും. കുട്ടികളിൽ സ്പേസ് എഡ്യൂക്കേഷനിൽ അഭിരുചി വളർത്താനും മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുവാനും ഉയർന്ന രീതിയിൽ സ്വപ്നം കാണുവാനും അവരുടെ ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന അവിസ്മരണീയമായ പരീക്ഷണങ്ങളെ പരിചയപ്പെടുവാനും ഇതിലൂടെ സാധിച്ചതായി പ്രോഗ്രാം കോർഡിനേറ്റർ MM റമീസ പറഞ്ഞു. ഇപ്പം ഞാനിത് ഈ ഒരു ഓഗ്മെൻ്റൽ റിയാലിറ്റിയിലൂടെ ഞാൻ ഈ ഒരു വിഷ്വൽ കാണാനിടയായി. വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും നമ്മളൊരു സ്പേസിൽ എത്തിയ ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. അവരുടെ അതായത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗാണ് ഉണ്ടായിട്ടുള്ളത്. അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മളോടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രഹങ്ങൾ ദൂരെ നിന്ന് നമ്മുടെ ഭൂമിയെ ശരിക്കും നല്ലൊരു വിഷ്വലായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇത് നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നൽകുന്നത്. ബഹിരാകാശത്തെ വിസ്മയ കാഴ്ചകൾ കുട്ടികൾക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് കാണാനും സാധിക്കും. സ്കൂളിലെ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. 300-ൽ പരം കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ബഹിരാകാശ യാത്ര പരിചയപ്പെടുവാൻ അവസരം ലഭിച്ചു. 40 ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകർ ശനിയാഴ്ച കണ്ണൂരിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മഹേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ടൗൺ സ്ക്വയറിൽ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, PFRDA നിയമനം റദ്ദാക്കുക തുടങ്ങി 40ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപകർ ശനിയാഴ്ച കണ്ണൂരിൽ മാർച്ചും ധർണയും നടത്തുന്നത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിൽ നിന്നും 10:30 ആരംഭിക്കുന്ന മാർച്ച് ടൗൺ സ്ക്വയറിൽ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മഹേഷ് വാർത്താസമ്മേളനത്തിലാണ് അറിയിച്ചത്. നമ്മുടെ ഈ ബദൽ നയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്നത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോവിഡ് കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാകെ മാതൃകയാവുന്ന തരത്തിൽ ഒരു ശമ്പള പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കി. എന്നാൽ ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടിശ്ശികയും അതുപോലെ DA കുടിശ്ശികയും ഉൾപ്പെടെ ഉള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ ഈ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട്. കൃത്യമായി കേന്ദ്ര സർക്കാർ കൃത്യമായ സാമ്പത്തിക വിഭവം ലഭ്യമാക്കാതെ സാമ്പത്തിക ഉപരോധം എന്ന നിലയിൽ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാർച്ചിൻ്റെ ഭാഗമായി KSTA DA പരിഷ്കരണവും അതുപോലെ DA കുടിശ്ശികയും ശമ്പള കുടിശ്ശികയും നൽകണം എന്നാവശ്യപ്പെടുകയാണ്. നമ്മളെല്ലാം മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് ചർച്ച ചെയ്ത കലണ്ടർ, അക്കാദമിക കലണ്ടർ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ആ അക്കാദമിക കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കണമെന്നാണ് KSTA ആവശ്യപ്പെടുന്നത്. ഭാരവാഹികളായ KC സുധീർ, ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ, പ്രസിഡന്റ് K പ്രകാശൻ, K രഞ്ജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ 31 കേരള NCC ബറ്റാലിയനു വേണ്ടി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹൈക്കോടതി അഭിഭാഷകൻ PO രാധാകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പെർമനന്റ് ഇൻസ്ട്രക്ടർ ഓറിയന്റേഷൻ കോഴ്സിന്റെ ഭാഗമായി പോക്സോ ആക്ട് സംബന്ധിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ലകളുടെ ചാർജ് വഹിക്കുന്ന 31 കേരള NCC ബറ്റാലിയന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കായിരുന്നു ക്ലാസ്. ലഫ്റ്റനന്റ് കേണൽ മുകേഷ് കുമാറിന്റെ കീഴിലാണ് കണ്ണൂരിൽ പ്രത്യേക ട്രെയിനിംഗ് നടന്നു വന്നത്. പ്രഗത്ഭ ഹൈക്കോടതി അഭിഭാഷകൻ PO രാധാകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സുബേദാർ സന്തോഷ് പോൾ, ഹവിൽദാർ സുനിൽകുമാർ എന്നീ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ട്രെയിനിങ്ങുകൾ നടന്നത്. പാരാ ലീഗൽ വോളണ്ടിയർമാരായ രാകേഷ് PC, സുമേഷ് CM എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ക്ലാസുകൾ. ഒരു ഇടവേള കൂടി. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും.
കനത്ത മഴ, വീശിയടിച്ചു കൊടുങ്കാറ്റ്, വ്യാപക നാശനഷ്ടം. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി. മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. ജില്ലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ദേശീയപാത 6 വരിയാക്കൽ പൂർത്തീകരണം 2025 ഡിസംബറോടെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കളരിവാതുക്കൽ റോഡ് വീതി കൂട്ടി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇനി പുതിയതൊരു ട്രാഫിക് ബ്ലോക്കിൽപ്പെടാതെ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ കടക്കാം. ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതി മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കണം. ധർണയുമായി സംയുക്ത കായിക അധ്യാപക സംഘടന. കായികാധ്യാപക തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകളിലേക്ക്. ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതി മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടും മറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DPETA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VV വിജയൻ ഉദ്ഘാടനം ചെയ്തു. PP ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ജോൺസൺ KJ സ്വാഗതവും മുജീബ് റഹ്മാൻ നന്ദിയും രേഖപ്പെടുത്തി. കായികാധ്യാപക സംരക്ഷണ ഉത്തരവുകൾ പുനഃസ്ഥാപിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യ വിഷയമാക്കുക, കായികാധ്യാപക തസ്തികാ നിർണയ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയവും കാലോചിതമായും പരിഷ്കരിക്കുക, UP തസ്തികാ നിർണയ മാനദണ്ഡങ്ങൾ 1:3 പരിഷ്കരിക്കുക, പുതിയ ടൈം ടേബിൾ അനുസരിച്ചുള്ള മുഴുവൻ പീരീഡുകളും HS തസ്തികാ നിർണയത്തിന് പരിഗണിക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുക, കായികാധ്യാപകരെ ജനറൽ അധ്യാപകരായി പരിഗണിക്കുക, കായികാധ്യാപക പ്രമോഷൻ യാഥാർത്ഥ്യമാക്കുക, ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ഓർഡർ പുനഃസ്ഥാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ജോസഫ്, റസ്ന K, റീന സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
തിരിച്ചുവന്ന പ്രവാസികൾക്കായി സംരംഭകത്വ വികസന പദ്ധതികൾ സർക്കാരുകൾ രൂപപ്പെടുത്തണമെന്നും അഭ്യസ്ത വിദ്യർക്കായി ഡിജിറ്റൽ തൊഴിൽ പദ്ധതി ആവിഷ്കരിക്കണമെന്നും പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുന്നിയൂർ ആവശ്യപ്പെട്ടു. പ്രവാസി ലീഗ് ജില്ലാ നേതൃത്വ സംഗമം സൈകത 2 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേവനമാണ് പ്രവാസി ലീഗിന്റെ പ്രവർത്തകന്മാർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മെമ്പർഷിപ്പ് കുറച്ച് മതിയെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടല്ല. കെട്ടിട നിർമ്മാണ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന പ്രോപ്പ് സോൾവ് 15 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച വ്യക്തികൾക്കും സംഘടനകൾക്കും അവാർഡ് നൽകി. ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ നടന്ന പ്രോപ്പ് സോൾവ് ഇമ്പാക്ട് മേക്കർ അവാർഡ് 2024 ചലച്ചിത്ര നടൻ PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന പ്രോപ്പ് സോൾവ് എന്ന സ്ഥാപനം 15 വർഷം പിന്നിടുകയാണ്. കണ്ണൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന വിവിധ പ്രൊജക്ടുകളാണ് പ്രോപ്പ് സോൾവ് നടത്തിവരുന്നത്. പ്രോപ്പ് സോൾവ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിക്ക് കീഴിൽ പ്രോപ്പ് സോൾവ് പ്രോപ്പർട്ടി ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് സൊല്യൂഷൻ, പ്രോപ്പ് സോൾവ് കണ്ണൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. 15 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി കണ്ണൂരിന്റെ വികസനത്തിനായി നിലകൊണ്ട വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികൾക്കും സംഘടനകൾക്കുമാണ് പ്രോപ്പ് സോൾവ് കണ്ണൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാ വർഷവും അവാർഡ് നൽകാൻ തീരുമാനിച്ചത്. പ്രഥമ പ്രോപ്പ് സോൾവ് ഇമ്പാക്ട് മേക്കേഴ്സ് അവാർഡ് 2024 8 മേഖലകൾക്കാണ് നൽകിയത്. താളിക്കാവിലെ ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിലായിരുന്നു ചടങ്ങുകൾ. ചലച്ചിത്ര നടൻ PP കുഞ്ഞികൃഷ്ണനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതുമാത്രമല്ല, ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ചടങ്ങാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ 15 വർഷമായി കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലും മറ്റും പുറത്തുമൊക്കെ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ, അല്ലെങ്കിൽ വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കാൻ, മറ്റ് പദ്ധതികൾ ആരംഭിക്കാനൊക്കെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രോപ്പ് സോൾവ്. ഞാൻ ആദ്യം ഈ നോട്ടീസൊക്കെ അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പ്രോപ്പ് സോൾവ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടൊരു പേരായിരിക്കും എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രോപ്പർട്ടി ആണ് പ്രോപ്പ് എന്നും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ച ഒരാളുമാണ് നൗഫൽ. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, കണ്ണൂർ എയർപോർട്ടിൽ ഹസൻ കുഞ്ഞി, ആസ്റ്റർ മിംസ് ഡയറക്ടർ ഷറഫുദ്ദീൻ PP, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രമേഷ് കുമാർ, ഗ്ലോബൽ KMCC കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് ഹാജി, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റ് മഹേഷ് ചന്ദ്ര ബാലിക, റിട്ടയർഡ് ടൗൺ പ്ലാനിംഗ് ഓഫീസർ രാജൻ OC തുടങ്ങിയവർ പങ്കെടുത്തു. പ്രോപ്പ് സോൾവ് പ്രോപ്പർട്ടീസ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് CEO ഗോപിനാഥൻ ED ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബിസിനസ് എക്സലൻസ് അവാർഡ് KVR ഗ്രൂപ്പ് ഫൗണ്ടേഷൻ കുഞ്ഞിരാമൻ പാറയിൽ നായർ ഏറ്റുവാങ്ങി. കണ്ണൂരിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ വേക്കിന് സോഷ്യൽ വെൽഫെയർ അവാർഡ് സമ്മാനിച്ചു. എമർജിംഗ് എന്റർപ്രണർ അവാർഡ് AG ടഫ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഫസിൽ KMനും, വുമൺ ഓൺട്രപ്രണർ അവാർഡ് ഷബാന മഹമ്മൂദും ഏറ്റുവാങ്ങി. യങ് ഓൺട്രപ്രണർ അവാർഡ് കൂത്തുപറമ്പ് ചീരാറ്റ സ്വദേശി AR ഫുഡ്സ് ഉടമ രാജേഷിനും, സോഷ്യൽ സർവീസ് അവാർഡ് തളിപ്പറമ്പിലെ സഞ്ജീവനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലെ ശോഭ P.യും ഏറ്റുവാങ്ങി. മലയാള മനോരമ റിപ്പോർട്ടർ പ്രകാശ് ഇൻസ്പയറിംഗ് ജേർണലിസ്റ്റ് അവാർഡ് സ്വീകരിച്ചു. തിലങ്കേരിയിലെ ഷിംജിത്തിനാണ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ അവാർഡ് സമ്മാനിച്ചത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 6400, പവന് 51,200 രൂപ, വെള്ളി 89 രൂപ. കാലാവസ്ഥ. കണ്ണൂർ, കാസർഗോഡ്, മാഹി തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും 2.2 മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ലക്ഷദ്വീപ്, കർണാടക തീരങ്ങൾക്കും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും പറയുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴ, വീശിയടിച്ച് കൊടുങ്കാറ്റ്, വ്യാപക നാശനഷ്ടം, വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഓടുകളും ഷീറ്റുകളും പറന്നുപോയി.
മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. ജില്ലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ദേശീയപാത 6 വരിയാക്കൽ പൂർത്തീകരണം 2025 ഡിസംബറോടെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കളരിവാതുക്കൽ റോഡ് വീതി കൂട്ടി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇനി പുതിയ തെരു ട്രാഫിക് ബ്ലോക്കിൽപ്പെടാതെ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ കടക്കാം. ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതി മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കണം. ധർണയുമായി സംയുക്ത കായിക അധ്യാപക സംഘടന. കായിക അധ്യാപക തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.